my cuties, it's me, your Neeraja Moose, Indian Secret Foodie. Welcome back to my YouTube channel. ഇന്ന് ഞാൻ എല്ലാ വീഡിയോനെക്കാളും അത്രയും ഹാപ്പി ആയിട്ടാണ് ഈ ഒരു 2 പെട്ടി അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം പെട്ടി വന്നിട്ട് 3 ദിവസമായി, പക്ഷേ എനിക്ക് അൺബോക്സിങ് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ സാധനങ്ങളൊന്നും എടുക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അപ്പം ഇപ്പോഴാണ് ഞാൻ പെട്ടി ഒന്ന് തുറന്ന് ഇതിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോകുന്നത്. ഞാൻ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇതുവരെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഈ പെട്ടിയിലുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഞാൻ നാട്ടിലോട്ട് ഓർഡർ ചെയ്ത് എൻ്റെ വീട്ടിൽ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങൾ പിന്നെ എല്ലാ പെട്ടി അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്ന അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പം ഞാനും അതിനനുസരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇത്തവണ ഞാൻ ഒരുപാട് സാധനങ്ങൾ നാട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പം 15 കിലോൻ്റെ 30 കിലോൻ്റെ 2 പെട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിലെനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അയച്ചത് ആർവേൾഡ് എക്സ്പ്രസ് കൊറിയർ സർവീസ് വഴിയാണ്. പെർ kgക്ക് 4.75 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം ഫാസ്റ്റസ്റ്റ് ഡെലിവറിയാണ്, ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെലിവറി, നല്ല കസ്റ്റമർ സർവീസുമാണ്. അപ്പം ഈ പെട്ടി അൺബോക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ്, എനിക്ക് സത്യം പറഞ്ഞിട്ടില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ വാരി വലിച്ച് നോക്കിയപ്പോൾ തന്നെ എൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഒന്നിലെ കെ ബ്യൂട്ടി അല്ലെങ്കിൽ നാട്ടിലുള്ള 2-3 ബ്രാൻഡാണ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത്. UK-യിലുള്ള ഒരു ബ്രാൻഡും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ എൻ്റെ സ്കിന്ന് നിങ്ങൾക്കറിയാം ഭയങ്കര സെൻസിറ്റീവാണ്, ആക്നി പ്രോൺ സ്കിന്നാണ്. സോ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നുള്ള കുറേ സാധനങ്ങൾ, നമ്മുടെ ഇന്ത്യയിലും അവൈലബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഓണം കഴിഞ്ഞു. എന്നാലും ഇത് കിട്ടിയപ്പോൾ ഇനി എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് പോകാം. ഇതൊക്കെ ഞാൻ ഇതുവരെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതും പുതുതായിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ എന്തായാലും ഓക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അപ്പം അങ്ങോട്ട് തുടങ്ങുക തന്നെ. അപ്പം ഇതിൻ്റെ എന്തെങ്കിലും ലിങ്ക്, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. ബിക്കോസ് ഇത് ഇത്രയും പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മിന്ത്ര, മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ ഫോക്സ്റ്റെയിലിൻ്റെ ആപ്പ്, പിന്നെ നൈക്ക, പിന്നെ റെമി എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അങ്ങനെയുള്ള ഓരോരോ 5, 6, 7 ആപ്പിലൂടെയാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തിയത്. കാരണം അമ്മ പോയി വാങ്ങത്തില്ല, പോയി വാങ്ങാൻ പറ്റുന്ന ഷോറൂമൊന്നും നമ്മളവിടെ ഇല്ല. അപ്പം ഐ എം വെരി എക്സൈറ്റഡ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഞാൻ പെട്ടി ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് ഞാൻ വന്നിട്ടെടുക്കാം. അത്യാവശ്യമായിട്ട് ഈ പെട്ടി പൊട്ടിച്ചൊരു സാധനം ഞങ്ങൾക്ക് വൈശാഖിൻ്റെ അശ്വതേച്ചിന് വീട്ടിലെത്തിക്കാനുണ്ട്. ബിക്കോസ് നാളെയാണ് വിച്ചൂട്ടൻ്റെ ബർത്ത്ഡേ. അതുകൊണ്ട് ഈ പെട്ടി വരാത്തതുകൊണ്ട് ഞങ്ങൾ അത്രയും ടെൻഷൻ അടിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം വിച്ചൂട്ടനും ചേച്ചിക്കും അശ്വതേച്ചിക്കും വൈശാഖിനുള്ള ഡ്രസ്സ് കളർ കോഡിലൊക്കെ അവർ ഇതിലാണ് ഓർഡർ ചെയ്ത് വിട്ടത്. അപ്പം അത് വരാത്തതിൻ്റെ ടെൻഷനായിരുന്നു. അപ്പം ആ സാധനങ്ങൾ മാത്രം, ഇത് അവരുടെ ഡ്രസ്സ്, പിന്നെ ഇത് ഇത്രയും നിറയെ നിഷ ചേച്ചിയുടെ സാധനങ്ങളാണ്, സ്നാക്സും ചേച്ചിന്റെ ടാബ്ലറ്റ്സും പിന്നെ ചേച്ചിന്റെ കുറച്ച് ഓർണമെന്റ്സും ഡ്രസ്സും ആണ് ഇത് ഇത്രയും. അപ്പം ഈ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇപ്പം ഇതിൽ നിന്ന് മാറ്റുവാണ്. എന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ അവർക്ക് കൊണ്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഇതിനകത്ത് ഈ 2 പെട്ടിൻ്റെ അകത്ത് എന്താണെന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഞാൻ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നുണ്ടോണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു സാധനം തന്നെ കുറേ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ എനിക്കത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഫസ്റ്റ് പ്രൊഡക്ട്സ് ഈ ഒരു പൂവാണ്. പൂവെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പൂവാണ്. നമുക്കിങ്ങനെ ബണ്ണൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കാം. പിന്നെ ഫങ്ഷൻസ് ഒക്കെ വരുന്ന ട്രഡീഷണൽ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു മറ്റേ മുല്ലമുട്ടൊക്കെ പോലെ ഇരിക്കുന്ന പിച്ചി മുട്ട എന്ന് വേണമെങ്കിൽ പറയാം. പിച്ചിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, പിച്ചി മുട്ടൊക്കെ പോലെയുള്ള പൂവാണ്. ഇത് ബണ്ണൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഇതെന്ത് ഒറിജിനലാണ്, ഇത്ര മണം, നല്ല മണമുണ്ട്. അപ്പം നമ്മൾ ബണ്ണൊക്കെ കെട്ടുന്ന സമയത്ത് നമുക്കിങ്ങനെ തലയിൽ വെക്കാം. ഇങ്ങനെ ഇതിൻ്റെ 5 6 സാധനം ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് അടിപൊളി ഫ്രേഗ്രൻസ് ആണ്, നല്ല സ്മെല്ലുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ക്യൂട്ട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പം നമുക്ക് എടുത്ത സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
ഈ അമ്മയൊക്കെ വന്ന സമയത്താണ് ബ്ലൗസിൻ്റെ വില എനിക്ക് മനസ്സിലായി. കാരണം ഈ സമയത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോകാനാണെങ്കിലും ഓണത്തിൻ്റെ സമയമൊക്കെ ആണെങ്കിലും കുറേ ബ്ലൗസിന് വേണ്ടി കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. ആവശ്യത്തിലേറെ ബ്ലൗസ് ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള കളറോ സംഭവങ്ങളോ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം മീഷോന്ന് മേടിച്ചതാണ്. ഇത് മറ്റേ എലാസ്റ്റിക് ബ്ലൗസാണ്. ഇതിൻ്റെ 6 കളറ് വരുന്ന ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് എൻ്റെ സൈസ് മീഡിയം ആണ്. ഇത് നല്ല പോലെ വലിയും, നല്ല സ്ട്രെച്ചബിളാണ്, നല്ല ഫിറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കും. ഇതിൻ്റെ 6 കളറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 6 ഞാൻ ഫസ്റ്റ് വിചാരിച്ച 8 ആയിരിക്കുന്നതാണ്. അല്ല 6 കളർ. പിങ്ക്, ബ്ലൂ മീൻസ് ഒരു നേവി ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ, ബാക്കി 2 യെല്ലോ, റെഡ്. ഞാൻ പറഞ്ഞില്ലേ 6 കറക്റ്റ് 6 കളറുണ്ട്. ഈ 6 കളറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇത് മീഷോന്നാണ് വാങ്ങിച്ചത്. ഭയങ്കര അഫോർഡബിളാണ്. ഇത്രയും എണ്ണത്തിന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ 6 ബ്ലൗസാണ് ഫസ്റ്റ് ഞാൻ മേടിച്ചത്. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തതും ഈ സാധനം തന്നെയാണ് കേട്ടോ. അടുത്തത് പപ്പടം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ചോറുണ്ണുന്ന സമയത്ത് അമ്മേൻ്റെ പുളിശ്ശേരിയും പപ്പടവും അച്ചാറും ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഡിഷ് നാട്ടിൽ വെച്ചിട്ട്. അപ്പം ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഒരു ലോഡ് പപ്പടം കൊണ്ടാണ് വന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി പപ്പടം വെച്ചിട്ടുള്ള കളിയാണ്. ചോറില്ലെങ്കിലും പപ്പടം വാരി തിന്നുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്കീം. അപ്പം ഒരു 200 പപ്പടം വരും എന്ന് തോന്നുന്നു. ഒരു 200 പപ്പടം വരും. ഇത്രേൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഓർഡർ ചെയ്യുന്നതിനേക്കാളും ഭേദം നമ്മൾ ഒരുമിച്ചങ്ങ് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ അങ്ങ് ഇരിക്കുമല്ലോ. നമ്മളങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ലല്ലോ. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിലേക്ക് കടക്കാം. എൻ്റെ കയ്യിൽ എന്താണ് ആദ്യം കിട്ടുന്നത് ആ സാധനങ്ങളാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അടുത്ത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് നോവലോജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് നോവലോജി. ഈ ഒരു സാധനത്തിൻ്റെ 2 സിറമാണ് ഞാൻ മേടിച്ചേക്കുന്നത്. 2 സിറം, ഒരെണ്ണത്തിൻ്റെ 2 എണ്ണം വെച്ചിട്ട് 4 സിറമാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഒന്ന് ആക്നി ക്ലിയറിങ് സിറം. അതായത് എൻ്റെ സ്കിൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോർമലി അറിയാം. ഇത് യൂസ് ചെയ്തവർക്കും ഇതിൻ്റെ റിവ്യൂ കേട്ടവർക്കും ഭയങ്കര കിടില അഭിപ്രായമാണ് ഞാൻ കേട്ടത്. ഞാൻ ഈ പ്രോഡക്റ്റ് ഇവിടെ നോക്കി, ഇവിടെ ഇത് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നാട്ടിൽ വെച്ച്. പിന്നെ ഇച്ചിരി നല്ല എമൗണ്ട് ഉണ്ട്. ഒരെണ്ണത്തിന് 1200 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഐം സോറി. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ പറയാം. ഇത് ആക്നി ക്ലിയറിങ് സിറം. ഇത് യൂസ് ചെയ്തവർ നല്ല അഭിപ്രായം പറയാറുണ്ട്. പിന്നെ രണ്ടാമത്തത് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസിങ് സിറം. ഇത് രണ്ടിനും നല്ല ഹൈപ്പുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് നല്ല കിടിലൻ പ്രൊഡക്റ്റാണ്. പക്ഷെ ഒരുപാട് പേര് യൂസ് ചെയ്ത് ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇതെന്തുകൊണ്ട് വൈറലാവുന്നില്ല എന്നതാണ് എൻ്റെ ഒരു പരാതി. ഇനിയും ചിലപ്പോൾ എല്ലാവരുടെ സ്കിൻ ഒരുപോലെ ആയിരിക്കത്തില്ല. യൂസ് ചെയ്തവരൊക്കെ നല്ല അഭിപ്രായമുണ്ട്. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് പ്രൂവ് ചെയ്ത പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള, ഇപ്പം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ഓയിലായിരിക്കും, ചില സമയത്ത് ഭയങ്കര ആക്നി ആയിരിക്കും. ചില പ്രോഡക്റ്റ് എൻ്റെ സ്കിന്നിന് അടുത്തൂടെ പോയാൽ തന്നെ നെക്സ്റ്റ് ഡേ കുരു വരും. തൈര്, പാല് ഇങ്ങനത്തുള്ള സാധനമൊന്നും ഫേസിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കേടൊക്കെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ടാൻ മാറ്റാനൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഹോം റെമഡി ആയിട്ടുള്ള പാക്കാണ്. പക്ഷേ എനിക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആകപ്പാടെ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രബ്ബ് മാത്രമാണ്. അത് ഞാൻ ഉടനെ പറയാം. അപ്പം നോവലോജിൻ്റെ 2 സിറം, അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് 1ൻ്റെ 2 എണ്ണം വെച്ചിട്ട് മൊത്തത്തിൽ 4 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. അടുത്ത എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ് ബാമാണ് ഡെർമക്കോൻ്റെ ഈ ഒരു ലിപ് ബാം. SPF 13 അടങ്ങിയിട്ടുള്ള ലിപ് ബാമാണ്. ഇത് സൺ പ്രൊട്ടക്ഷൻ ആണ്. പക്ഷെ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് നൈറ്റ് ആയിരിക്കും. ലെനേജിൻ്റെ ലിപ് ബാമാണ് നൈറ്റ്. ഞാൻ എപ്പോഴും ലിപ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് കിഡിലെ ലിപ് ബാമാണ് കേട്ടോ. ഈ ഒരു ലിപ് ബാമും സെബാമേഡും ലെനേജും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള, എപ്പോഴും പീൽ ഓഫ് ആവുന്ന ലിപ്സിന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എൻ്റെ സ്കിൻ ഇപ്പോഴും പിഗ്മെൻറ്റഡ് ആണ്. പക്ഷേ 1 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് ഇളക്കിയിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ ചുണ്ടിൻ്റെ മുകളിലൊക്കെ നല്ലോണം പൊട്ടി വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു സാധനം നിന്നത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണെന്ന് പറയും. ഇത് മാത്രമല്ല, സെബാമേഡിൻ്റെയും
ലെനേജും ഈ ഒരു ലിപ് ബാമും. പിന്നെ ഞാൻ കൂടുതലും വർക്കിന് പോകുന്ന സമയത്തൊക്കെ ലിപ്സ്റ്റിക്ക് കുറച്ചിട്ട് ലിപ് മാസ്ക് അല്ലെങ്കിൽ ലിപ് ബാം ഇട്ടുകൊണ്ട് വരാണ് കൂടുതലും ശ്രമിക്കാറുള്ളത്. അത് പിഗ്മെൻറ്റേഷനും കൂടി കുറയ്ക്കാൻ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ ഇത് ലിപ് ബാം. ഇതിൻ്റെ 1 2 എന്തോ ഞാൻ മേടിച്ചിട്ടുണ്ട്. അടുത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ സെബാമേഡിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര വൈറലാണ്. അതിൻ്റെ ഷാംപൂ, ലിപ് ബാം, ബോഡി ലോഷൻ, അങ്ങനെ ഞാൻ മേടിച്ച ഒരു ബോഡി ലോഷനാണ് ഇത് ലൈക്ക് ഞാൻ സംഭവം ബോട്ടിൽ കണ്ടപ്പോൾ കുറച്ച് വലുതാണെന്നാണ് വിചാരിച്ചത്. നല്ല എമൗണ്ട് ഉണ്ട്, 2000 സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇത്രയും ചെറുതായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതില്ല. ഇത്രയും ചെറുതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരെണ്ണം കൂടി നമ്മൾ ഓർഡർ ചെയ്തേനെ. നല്ല മണമുണ്ട്. ഇത് ഹൈഡ്രേഷൻ തരും നല്ലപോലെ. പിന്നെ ഞാൻ ഇത് മെയിനായിട്ട് വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസും സ്കിന്നും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫറൻറ്റ് ഉണ്ട്. കൈയും കാലും എപ്പോഴും ഭയങ്കര പിഗ്മെൻറ്റഡ്. കാരണം ഞാൻ എപ്പോഴും ബോഡി ലോഷൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല. കുളിക്കുന്ന ദിവസം, തല കുളിക്കുന്ന ദിവസം മാത്രം ബോഡി ലോഷൻ യൂസ് ചെയ്യുന്ന ഒരു ടീമാണ്. പക്ഷേ ഇപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, എനിക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ് കൂടുതലും വരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് വർക്കിന് പോകുന്നതിന് മുന്നിലെ ബോഡി ഫുള്ളും ക്രീം ഇടുന്ന ഒരു സ്വഭാവം എനിക്കിപ്പോൾ തുടങ്ങി. അപ്പോൾ അങ്ങനെ എനിക്കുള്ള തുടങ്ങിയ സമയത്ത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും സ്കിൻ ബ്രൈറ്റൻ ആവാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും ഡൾ സ്കിൻസൊക്കെ മാറാനും ഉള്ള ഒരു പ്രൊഡക്റ്റാണ് സെബാമേഡിൻ്റെ ഈ ഒരു ലോഷൻ. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കേട്ട റിവ്യൂവും അറിഞ്ഞ കാര്യങ്ങളും വെച്ചിട്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. അടുത്ത പ്രൊഡക്റ്റ് കുറേ ഉള്ളതുകൊണ്ട് എന്തോന്ന് തുറക്കണം. അടുത്ത വിഷ് കെയറിൻ്റെ ഈ ഒരു സെറമൈഡ് ലിപ് ബാം. ഇത് ലൈക്ക് ഈ ഡ്രമാക്കോൻ്റെ അല്ലെങ്കിൽ സെബാമേഡിൻ്റെ പോലത്തെ ഉള്ള എഫക്റ്റ് അല്ലെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ലിപ്പ് കുറച്ച് ടിൻഡായിട്ട്, അതായത് കുറച്ച് ബ്ലഷായിട്ട് ഒരു നല്ലൊരു റെഡിഷൊക്കെ വന്നിട്ട് ഇരിക്കണം വേണ്ടിയിട്ടുള്ളൊരു ലിപ് ബാമാണ്. കുറച്ച് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തോന്നും, എന്നാൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. കെയറിങ്ങും ആണ്. ഇതും SPF 50+ ആണ്. ഇതും നല്ലൊരു ലിപ് ബാമാണ്. ഇതും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക്കിനെക്കാളും കൂടുതൽ ലിപ് ബാം യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യും. ബിക്കോസ് ലിപ്സ്റ്റിക്ക് എപ്പോഴും നമ്മൾ ഇടുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിപ്പ് എപ്പോഴും ഭയങ്കര ഡ്രൈ ആയി പോകുന്നത്. പിന്നെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെക്കാളും മാറ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് ഹൈഡ്രേഷൻ കുറവായിരിക്കും. സോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റാണ് ഈ ഒരു സാധനം. അടുത്തത്, ഇനി നമുക്ക് ഡ്രസ്സിലേക്ക് കടക്കാം. ഇനിയും കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അടുത്തത് ഇതിന് ബ്ലൗസ് ഇല്ല, അല്ല, ഞാൻ ഒരു പാൻറ്റും ഒരു ഷോളും. ഇതിൻ്റെ ടോപ്പ് ഇവിടെ വേറൊരു പ്രശ്നം കൊണ്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചുരിദാറൊക്കെ വല്യമ്മേൻ്റെ വീട്ടിലോട്ട് അയച്ചിട്ട് ചിലപ്പം വരുന്ന ചുരിദാറൊക്കെ വലുതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിക്കണം എന്ന് പറഞ്ഞിട്ട് വല്യമ്മേനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വല്യമ്മ അത് ഇതിൻ്റെ ടോപ്പ് മാത്രം എടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും കാണും എന്നാണ് വിശ്വാസം. കാണുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ യോജിച്ച് ചേർക്കാം. അടുത്തത് ഇതും ഒരു ടോപ്പാണ്. ഇതൊക്കെ ഞാൻ എത്രയോ നാൾ മുന്നിലേ മേടിച്ചു വീട്ടിൽ വച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു ഫ്രോക്ക്, കുഞ്ഞല്ല ഇച്ചിരി ലെങ്ത് ഉണ്ട്, എന്നാലും ഫ്രോക്ക്, 1 പീസൊക്കെ എനിക്കിപ്പം ഇടാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഇപ്പം ഇടാൻ പറ്റത്തില്ല, ബിക്കോസ് ഇവിടെ നമുക്ക് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഇനി ഫുൾ വിൻ്റർ ക്ലോത്ത്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെ ഇനി അടുത്ത സമ്മറിൽ എനിക്ക് ഇട്ട് പൊളിക്കേണ്ട ഡ്രസ്സുകളാണ്. അപ്പം ഇത് ഒരെണ്ണം. പിന്നെ എനിക്ക് ഈ ഇടയ്ക്ക് ചുരിദാറിൻ്റെ കൂടെ കുറച്ച് ഭ്രാന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. ചുരിദാർ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, ചുരിദാർ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഭ്രാന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ച അടുത്ത ചുരിദാറാണ് ഇതും പാൻറ്റും ടോപ്പും മാത്രം അല്ല. അയ്യോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളർ, നല്ല സൂപ്പർ കളർ. ഇതിൻ്റെ സെയിം കണ്ട, ഇതിൻ്റെ സെയിം സാധനം എനിക്കുണ്ട് നാട്ടിൽ. പക്ഷേ എവിടെയാണെന്ന് എനിക്കോ എൻ്റെ അമ്മയ്ക്കോ അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലെ ഒരു വീഡിയോ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. കാരണം ഇതിലിട്ടുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ? അപ്പം ഞാൻ വല്യമ്മയുടെ അടുത്തൊന്ന് സൈഡ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്യമ്മ സൈഡ് അടിച്ച് തന്നിട്ടുമുണ്ട് ഇത്. അപ്പം ഇതിൻ്റെ ടോപ്പും പാൻറ്റും ഷോളും ഒരു സെറ്റായിട്ടാണ് വരുന്നത്. നമുക്കൊക്കെ ഇത് എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ എന്താ അതിൻ്റെ പേര്,
ഓണോ ക്രിസ്മസ് അല്ല, എന്നാലും ഇതിൻ്റെയൊക്കെ മെയിൻ എനിക്കിഷ്ടം ഇതിൻ്റെയൊക്കെ ഷോളാണ്. എനിക്കിപ്പം പണ്ട് നമ്മൾ മറ്റേ ഷോൾ ഇടുന്നതിന് എന്തിനാ ഷോൾ ഇടാതെ പൊക്കൂടെ, ഷോൾ ഇടാതെ പോകുന്നതായിരുന്നു ഫാഷൻ. പക്ഷെ ഇപ്പം നല്ല കുർത്തീസൊക്കെ നല്ല ഭംഗിയാണ് ഇപ്പം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇപ്പം കൂടുതലും കുർത്തീസൊക്കെ വയസ്സായി തുടങ്ങിയില്ലേ, അപ്പം ഇത് സൈഡാവുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ഓർഡർ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സാണ് കുർത്തീസ്. അടുത്തത് ഇതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ലെഗിൻസ്, 3 കളർ ലെഗിൻസ് ഉണ്ട്. ഇതും ഫ്രം മീഷോ അല്ലല്ല, ലെഗിൻസ് അല്ല, അടിപ്പാവാണ്. അണ്ടർസ്കേർട്ട് ബ്ലാക്ക്, ഒരു ക്രീം കളർ, പിന്നെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ റെഡ് എന്ന് പറയാം കളർ. അതായത് ഇത്തവണയും ഓണത്തിൻ്റെ പരിപാടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്ലൗസിൻ്റെയും അണ്ടർസ്കർട്ടിൻ്റെയും വില. എൻ്റെ കയ്യിൽ 1-2 ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ വിചാരിക്കുന്ന സാരിക്ക് നമുക്കത് ഒട്ടും മാച്ച് അല്ലായിരുന്നു. ഞാൻ കൂടുതലും ബ്ലാക്കും റെഡും അങ്ങനത്തേക്ക് ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിന് മാച്ചായിട്ട് എല്ലാത്തിനും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു 3 കളറിലുള്ള അണ്ടർസ്കർട്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇതും ഫ്രം മീഷോ. ഇത് 3 കൂടിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എമൗണ്ട് എനിക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. അത്രയല്ലേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഇതെന്താന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഇത് ഷോള്, ഇത് അതിൻ്റെ അടിയിലുള്ള. ഇനി ഇതിൻ്റെ ടോപ്പ് ഞാൻ പറഞ്ഞില്ലേ വല്യമ്മ അടിക്കാനെടുത്തിട്ട് ഇവിടെ ഏതിലെന്തിലോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതെടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല. ഞാൻ തുറക്കുന്നില്ല. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ്. അപ്പം അവർ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള സാധനം. പിന്നെ നിങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിലാണോ ഞാൻ ഇടുന്നതെന്ന് അറിയത്തില്ല. ഈ പെട്ടി വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തുറന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള 2-3 സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വൈശാഖേനും അശ്വതി ചേച്ചിക്കുള്ള ഡ്രസ്സ്, 2 നിഷ ചേച്ചിക്ക് കൊടുക്കാനുള്ള സാധനം, ഇത്രയും 2-3 സാധനങ്ങൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെയുള്ള ബാക്കി സാധനങ്ങളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അടുത്തത് ഉലുവ, പിന്നെ ടാബ്ലറ്റ്, തലവേദനേൻ്റെ ടാബ്ലറ്റ്. റീസെൻ്റ്ലി കഴിഞ്ഞ 1-2 മാസമായിട്ട് എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു അസുഖമായിരുന്നു ഈ തലവേദന എന്ന് പറയുന്നത്. തലവേദന വരുവാണെങ്കിലും വർഷത്തിൽ 1 തവണയോ 2 തവണയോ വരുന്ന ഒരു തലവേദനയായിരുന്നു. ഇപ്പം എനിക്ക് ദിവസവും തലവേദനയാണ്. അപ്പം നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുക്കുന്നുള്ളതുകൊണ്ട് തലവേദനയ്ക്കുള്ള ടാബ്ലറ്റും ഉലുവയും അമ്മ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ എൻ്റെ ക്യൂട്ട് ചെരുപ്പ് കാണിച്ചു തരാം. എന്താ തുറക്കാൻ മതിയാവുന്നത്, ഇതൊരു സാധനമുണ്ട് ഗായ്സ്. അടുത്തത് ഒരു ക്യൂട്ട് ചെപ്പലാണ്. ഞാൻ നോർമലി ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം ഹീൽസ് ഷൂസാണ്. ഷൂസ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്നത് ഹീൽസ് നല്ല ഹൈറ്റുള്ള ഹീൽസ് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കത് സെറ്റാവുന്ന പണിയല്ലെന്ന്. ഒരു 5 മിനിറ്റ് പോലും എനിക്ക് അത് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഓൾറെഡി കുറച്ച് ഹൈറ്റ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഹീൽസും കൂടെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കാല് നല്ല പെയിനായി തുടങ്ങും, നടക്കാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല. അപ്പം അത്രയും ഹൈറ്റ് ഇല്ലാത്ത ചെറിയ ഹൈറ്റുള്ള ഹീൽസ്, എന്നാൽ വൃത്തികേടില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ്. കണ്ട നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ 7 ആണ് എൻ്റെ സൈസ്. കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് വിചാരിക്കുന്നു, കറക്റ്റായിരിക്കും. സോ ഫസ്റ്റ് ചെരുപ്പ്, പിന്നെ രണ്ടാമത്തെ ചെരുപ്പ്. ഈ ചെരുപ്പ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നിൽ ഇങ്ങനെ ഞാനൊരു പാർട്ടി ഉണ്ടായിരുന്നു, ആ പാർട്ടിക്ക് എടുത്ത് ഇട്ടു. ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു ചെറിയ ഹീല് വരുന്നത്, ഇതാകുമ്പോൾ നടക്കാനും കംഫർട്ടബിളാണെന്ന് വെച്ചാൽ മൊത്തം ഹോൾ ഡേ ഇട്ടുകൊണ്ട് നിൽക്കാനൊന്നും നമുക്കൊണ്ട് പറ്റത്തില്ല. നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ചെരുപ്പാണ്. ഇതിട്ടുകൊണ്ട് ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം എൻ്റെ കഴിവ് എന്താണെന്ന്. കണ്ടു, നല്ല ക്യൂട്ട് ഹീൽസ് അല്ലേ. അടുത്തത് ഒരു ചെപ്പൽ. ഇത് നമുക്ക് സാരിയോ അമ്പലത്തിൽ പോകുന്നതോ ട്രഡീഷണലോ ഫങ്ഷനോ എന്തൊക്കെയെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയ ഒരു അടിപൊളി ചെരുപ്പ്. പച്ച കളറാണ്. ഞാൻ എപ്പോഴും ബ്ലാക്കാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വിചാരിച്ചു ഒരു വെറൈറ്റി വേണ്ടേ, എപ്പോഴും നമ്മൾ ഒരു കളർ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിന്നാൽ നമുക്ക് എങ്ങനെ ശരിയാവും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കളർ മാറ്റി. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ വല്യമ്മ അടിക്കാൻ കൊടുത്ത, വല്യമ്മ അടിച്ചു എന്ന് പറഞ്ഞ ടോപ്പ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ആണ്. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ പേരെന്താ, വയലറ്റ് അല്ല, ഇത് ബ്ലാക്ക്. വയലറ്റിൻ്റെ സെയിം ബ്ലാക്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അല്ല ആണ്
തിരിച്ചിട്ടതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ആണ് സെയിം വയലറ്റിൻ്റെ ബ്ലാക്കാണ് എനിക്കിഷ്ടം. ബ്ലാക്ക് ഇപ്പം എനിക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക്, നല്ല ചില്ലി റെഡ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട, സെയിം വയലറ്റിൻ്റെ സെയിം ബ്ലാക്ക്. ഇനി എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് മറച്ചു വയ്ക്കാം. പിന്നെ ഞാൻ റീസെൻ്റ്ലി കുറേ ടോപ്പുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പ് ഇതിനകത്ത് എവിടെയെങ്കിലും കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിലിടാൻ വേണ്ടിയിട്ടുള്ള ലെഗിൻസ്, ഗ്രീൻ കളർ, ബ്ലാക്ക് കളർ, റെഡ് കളർ, യെല്ലോ കളർ, വൈറ്റ് കളർ. യെല്ലോ ഒന്നും നമുക്ക് എവിടെയും ആവശ്യം വരുന്ന ഒരു സാധനമല്ല, പക്ഷേ മേടിച്ച് വെച്ചേക്കാം എന്ന് കരുതിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ. മാത്രമല്ല ഈ 5 കളർ ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഏത് കളർ വേണമെന്ന് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് വേണം എന്ന് തോന്നിയത് ഈ ഒരു സെറ്റാണ്. എല്ലാം ഒഴിച്ച് ബാക്കി ഈ ഒരു 4 കളറും എനിക്ക് വേണം എന്ന് തോന്നിയതാണ്. കാരണം ഞാൻ കുറേ ടോപ്പുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഒബ്വിയസ്ലി ലെഗിൻസ് ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് കവർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇതിനകത്ത് ഒരു ജീൻസ്, പിന്നെ ഒരു സാധനം, പിന്നെ ഒരു ചെരുപ്പ്, പിന്നെ ഒരു സാധനം. ഇതെൻ്റെതല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും തുറന്ന് കാണിക്കുന്നില്ല ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്. നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിൻ്റെ കൊടുക്കുക തന്നെ. അടുത്ത വീണ്ടും നമുക്ക് ഈ ഒരു ഡ്രസ്സും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് സെക്ഷൻ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത് കുറേ ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം മഞ്ഞേൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം മഞ്ഞേൻ്റെ ആവശ്യം നമുക്ക് വന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ മഞ്ഞ ലെഗിൻസ് ചേർത്തില്ലെങ്കിലും റെഡോ ബ്ലാക്കോ ഇതൊക്കെ ഞാൻ എന്തിനാണ് മേടിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഞാൻ എവിടെ ഇടും ചോദിച്ചാലും അറിയത്തില്ല. അടുത്ത സമ്മറിൽ എന്നെ അങ്ങോട്ട് ഇതൊക്കെ ഇട്ടോണ്ട് അങ്ങോട്ട് പൊളിക്കുക. ഇതിൻ്റെ ഈ ഒരു യെല്ലോ കളർ, ഒരു പീച്ച് കളർ, പിന്നെ ഒരു ഗ്രീൻ, പിന്നെ നേരത്തെ നമ്മളൊരു സാധനം കണ്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പാവട തുറന്ന് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ഉടുപ്പാണ് ഇത്. ഞാൻ പക്ഷേ മീഷോയിൽ കണ്ടപ്പം സംഭവം ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 1 പീസാണ്, അനാർക്കലിയൊക്കെ പോലെ ഇങ്ങനെ ഫ്ലവറി ആയിട്ട് ഇങ്ങനെ കിടക്കും. കാണിച്ചു തരാം. യെസ്, കണ്ടോ? ഇങ്ങനെ വിടർന്ന് കിടക്കുന്ന ഒരു ടോപ്പാണ്. ഇതും കൊള്ളാം. നമുക്ക് അമ്പലത്തിൽ പറഞ്ഞേട്ടാ ദിവസവും അമ്പലത്തിലൊക്കെ കുളിച്ച് റെഡിയായി പോകുന്ന പോലെയാണ്. ഇൻ കേസ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തവണ അമ്പലത്തിലൊക്കെ പോകില്ലേ, ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു പിങ്ക് ടോപ്പ്, പിങ്കല്ല, ഒരു മെജന്ത കളർ. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഞാൻ അത് കണ്ടിട്ട് മേടിച്ചതാണ്. പക്ഷേ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കണ്ടോ? ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് തരത്തിലുള്ള പാൻറ്റ് വേണമെങ്കിലും ഇടാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടോപ്പുകൾ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന്. ഈ ടോപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെഗിൻസ് മേടിച്ചത്. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ യെസ്, ഇത് നെയിൽ പോളിഷാണ്. ഇത് ഏത് കളറാണ്? സീൻ റെഡ്. ഇതും റെഡാണോ? ഇതിൽ റെഡ് മാത്രമേ ഉള്ളൂ ഗൈസ്. അതും റെഡ്. ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു 5 കളർ കൊടുത്തിട്ട് 6 കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 6 ഉണ്ട്. അപ്പം ഈ റെഡ്, ഇത് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു ബ്രൗൺ ലൈക്ക് ബ്രൗൺ അല്ല, ഇതിൽ ഏതാണ് കളറെന്ന് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഇളവി പോകത്തില്ല. അതെ, ഇങ്ങനത്തെ ഒരു പേസ്റ്റൽ കളർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, ആ കളറ്. പിന്നെ ഒരു ഗ്ലിറ്റർ റെഡ്. അതെ, കണ്ട, ഞാൻ ഇതൊന്നും അനുഭവിക്കില്ല. ഞാനിപ്പം എൻ്റെ 2 കയ്യിലും നഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നെയിൽ പോളിഷ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ നല്ല അടിപൊളി നെയിൽ പോളിഷ് കിട്ടും. ചിലതൊക്കെ എനിക്ക് ഇടുമ്പോഴത്തേക്കും അടുത്ത ദിവസം ആകുമ്പം ഇളവി പോവും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇടുന്നതായതുകൊണ്ടും അത് അത്രയും നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി, ഞാൻ മേടിച്ച നെയിൽ പോളിഷാണത്. അടുത്തത് ഇത് വീണ്ടും മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആ സാധനം. ഓക്കെ. പിന്നെ എനിക്ക് വായിക്കാൻ വേണ്ടി കുറച്ച് ബുക്ക്. ഇതെൻ്റെതല്ല, ഇതെൻ്റെ ഫ്രണ്ടിന് അവർ കൊടുത്തു വിട്ട സാധനമാണ്. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടെന്നു പറഞ്ഞപ്പോൾ തന്നെ നിഷി ചേച്ചി
വൈശാഖേട്ടൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എനിക്കത് കൊണ്ടുവരും ചോദിച്ചപ്പോൾ ഐ കാൺ സേ നോ. സോ ഞാൻ പറഞ്ഞു ഓക്കെ കൊടുത്തുവിടാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അടുത്തതും ഇതും മീഷോ എന്ന് മേടിച്ചതാണ്. കുറച്ച് ക്യൂട്ട് വള. എനിക്കിപ്പം കുറച്ച് ക്രേസുള്ള കുറച്ച് കാര്യങ്ങളാണ്. വള, ചുരിദാർ, മറ്റേ ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു സ്കീമൊക്കെ. ഇതെനിക്ക് കറക്റ്റ് ആണോ എന്ന് ഒരു പിടി. കറക്റ്റ് അല്ല. ഗോൾഡൻ കളർ ആൻഡ് സിൽവർ കളർ. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഗ്രേ കളറും ഒരു ഇങ്ങനെ മെറ്റൽ വരുന്ന പോലത്തെ ഒരു ഗോൾഡൻ കളറും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ എൻ്റെ ക്രേസൊക്കെ കുറച്ച് വിയേർഡാണ്. വിയേർഡല്ല, പ്രായമാകുന്നതിൻ്റെ ഒരു ഇതാണ്. പ്രായമാകുമ്പോഴാണല്ലോ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ കൂടി തുടങ്ങുന്നത്. മറ്റേ വയസ്സാവുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന പോലെ എനിക്കിപ്പം തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, നമുക്കിത് ഇത്രയും നാൾ വരെ നമുക്ക് ഇത് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് ഓപ്ഷൻ ഇല്ല. കാരണം ഇവിടെ വിൻ്ററായി. അടുത്ത സമ്മർ ഇനി 6-7 മാസം വരെ നമ്മൾ കാത്തിരിക്കണം ഇതൊക്കെ ഒന്ന് പുറത്തിടാൻ. അടുത്തത് യോണക്സിൻ്റെ 350 നമ്മുടെ കോക്ക്, ഷട്ടിൽ കളിക്കുന്ന കോക്ക്. ഈ സാധനം റീസെൻ്റ്ലി എനിക്കും എൻ്റെ അച്ഛനും തുടങ്ങിയ ഒരു പ്രാന്തായിരുന്നു ഷട്ടിൽ ബാഡ്മിൻ്റന് പോകുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം ആ ഗ്രൂപ്പിൽ ഓരോ ദിവസം എവിടെയാണ് മാച്ച്, നിങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോവാം. അപ്പോൾ അവിടെ പോയിട്ട് കുറേ പേരുണ്ടാവും, ടീംസായിട്ട് നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്പോൾ അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൊരു കോക്കായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും അച്ഛൻ പോയി. ഞാനാണെങ്കിൽ എൻ്റെ ജോലിയായിട്ട് ബാക്ക് ടു തിരക്കുമായിപ്പോയി. അപ്പോൾ ഇനി കളിക്കാൻ പോവുക എന്നുള്ളതൊക്കെ കുറച്ച് ടാസ്ക് ആയിരിക്കും. പക്ഷേ അവർക്കിത് നമ്മൾ കൊടുക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ, അത് നമുക്കങ്ങ് കൊടുക്കാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താ, സോ ഇത് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു, ഇതെന്താണ് സാധനം എന്ന്. ഇത് ഫേസിൽ നമ്മളിടുന്ന ഒരു പാക്കാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇതെന്താണ്, രക്തചന്ദനം പോലത്തെ ഒരു ചന്ദനത്തിൻ്റെ ഒരു സാധനം. മറ്റേ ഞാൻ ശ്രീലക്ഷ്മീൻ്റെ വീഡിയോ കണ്ടിട്ട് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സാധനമാണ്. പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് ആമസോണിൽ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതെന്താണ്. എന്നിട്ട് നമ്മളങ്ങ് ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്യുക തന്നെ. അടുത്തത് ഇതെന്താ, ഇത് ഫ്രം ഫ്ലിപ്കാർട്ട് കേട്ടോ. ഒരു കുഞ്ഞു സാധനം, ഇത്രയും കുഞ്ഞു സാധനം എന്താ, കണ്ടപ്പോൾ തന്നെ നല്ല ക്യൂട്ടുണ്ട്. ഇത് അയ്യമ്മ, ഇത് നെയിൽ പോളിഷ്, കുഞ്ഞു സാധനം എന്നൊക്കെ. ഇത് നെയിൽ പോളിഷ്, ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ നെയിൽ പോളിഷ്. സ്വിസ് ബ്യൂട്ടീനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നല്ല എമൗണ്ടും ആയിട്ടുണ്ട്. ഇത് ഏത് കളറാണെന്ന് നോക്കാം. ബെസ്റ്റ് ഈ ഒരു കളറിലാണ് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തത്. ദൈവമേ, UV ജെൽ പോളിഷാണ് ഇത്. മറ്റേ വൈറ്റിൽ ഗ്ലിസറിങ് വരുന്ന സാധനം. ഇതിട്ടാൽ അയ്യോ വേണ്ട, ഉള്ളതും കൂടെ കൊളാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ ഞാൻ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം ഇത് കണ്ടപ്പോഴത്തേക്കും ഇത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളറല്ല ഇത്, പക്ഷേ വന്നപ്പോൾ വേറെ കളറായിപ്പോയി. ഇങ്ങനത്തുള്ള അബദ്ധം നമുക്ക് നോർമലി പറ്റാറുള്ളതാണല്ലോ, അതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അടുത്ത ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഫോക്സ്റ്റൈലിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് പറഞ്ഞുതരാം. ഈ ഒരു സാധനം ഗൈസ്, പ്രൊഫഷണൽ 3+ എന്ന് പറയുന്ന D-Tan പാക്കാണ്. ബ്രൈറ്റനിങ് ആൻഡ് സ്കിൻ ഗ്ലോ ആൻഡ് ബൂസ്റ്റിംഗ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പാക്കാണ്, ഒരു ലൈക്ക് നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും ബ്രൈറ്റനിങ് ആവാനും വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ്. ഇത് വീക്ക്ലി 2 or 1 ടൈം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പണ്ടത്തെ പോലെ കണ്ട ഉടനെ വാരിപ്പറക്കി ഇത് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യത്തില്ല. ഒരു സാധനം ഞാൻ കണ്ട അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും വീഡിയോസ് കുറേ കാണും. പിന്നെ ഞാൻ യൂട്യൂബിലും ChatGPTയുടെ അടുത്തൊക്കെ ചോദിക്കും ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ്, പോസിറ്റീവ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി എൻ്റെ സ്കിന്നിന് അത് പറ്റിയതാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനത് വാങ്ങാറുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണിത്. ഇതും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. ഞാൻ മേടിച്ചപ്പോൾ അടിപൊളി റിവ്യൂസാണ് കേട്ടത്. അത് വെറുതെ ഞാൻ പറഞ്ഞ്
കൊള്ളാം, നിങ്ങൾ വാങ്ങണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിന് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ പ്രിഫർ യു. അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു മെൻഷർഡ് കപ്പാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കപ്പിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ മേടിച്ച ഒരു കപ്പാണ്. ഇതിൻ്റെ ബ്രാൻഡിലൊന്നും വലിയ കാര്യമില്ല, കപ്പെല്ലാം ഒന്ന് തന്നെ. സോ ഇതൊരു മെൻഷർഡ് കപ്പാണ്. ഞാൻ നോർമലി കപ്പാണ് യൂസ് ചെയ്യാറ്. പാഡിനെക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ കപ്പാണ്. അപ്പം ഒരു കപ്പ് അങ്ങനെ അത് കഴിഞ്ഞു. ഇതിനകത്ത് വേറെ എന്തോ ഉള്ള പോലെ. പിന്നെ ഇതെന്താ സംഭവം, ഇത് 2-3 സ്റ്റഡ് കമ്മലാണ്. പക്ഷേ ഇതെങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ടൈപ്പ് അല്ല, എന്നാലും നമുക്കിവിടെ വച്ചേക്കാം, ആർക്കെങ്കിലും കൊടുക്കാം. പിന്നെ ഇനി ഇതിനകത്ത് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ലെറ്റർ ഉണ്ട്. ഇത് നമ്മുടെ ആർ വേൾഡ് എക്സ്പ്രസ് വഴി കൊറിയർ അയച്ചതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ബില്ലാണ്. യെസ്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ബില്ലാണ്. ടോട്ടൽ പ്രൈസ് ഇത് നോവോലോജിയ എൻ്റെ പ്രൊഡക്റ്റാണ്. അതിൽ മറ്റേ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസിങ് സിറം എന്ന് പറഞ്ഞതിന് ഒരെണ്ണത്തിന് 734 രൂപ. അങ്ങനെ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റതും ഇത് സെയിം റേറ്റാണ്. അതിൻ്റെയും 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബില്ലാണിത്. അപ്പം അത് കഴിഞ്ഞ് അടുത്ത നമുക്ക് ഈ പെട്ടിയിലോട്ട് പോകാം. ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ലാസ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കും. അടുത്ത ഫിഷ് ഓയിലിൻ്റെ ടാബ്ലറ്റ്. ഫിഷ് ഓയിൽ നമ്മൾ ദിവസവും കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. സോ ഞാൻ നോർമലി ഫിഷ് ഓയിലിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഡോക്ടർ പ്രിഫർ ചെയ്തൊരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ മസ്റ്റ് ഹാവ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് ഈ ഒരു സാധനം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. അസാറോൻ്റെ മോസ്റ്റ് വാണ്ടഡ് എലിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ്. ഇത് വരാൻ വേണ്ടി നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു. ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കൊറിയർ സെൻഡ് ചെയ്തത്. ഇത് കിടില മണം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. യെസ്, നോക്കട്ടെ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മണം മാറും, ലെതർ മണം ആവും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ച സാധനം ഓപ്പൺ ചെയ്ത് പൊട്ടിച്ചടിച്ച് നോക്കിയത് ശരിയായില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഒരു പ്രശ്നമില്ല, നമുക്ക് അത്രയും പേഴ്സണലായിട്ടുള്ള ഒരു ആൾക്കാണ് കൊടുക്കുന്നത്. സോ അയാളത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അടുത്ത നമ്മുടെ സാധനം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. വേ പ്രോട്ടീൻ, 2 കിലോൻ്റെ വേ പ്രോട്ടീൻ. ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ ഉള്ള ഒരാളല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നില്ല. പിന്നെ ഗ്ലൂട്ടാമൈൻ. ഇത് നമ്മൾ ഇനി മുതൽ ജിമ്മിലൊക്കെ പോയി തുടങ്ങി നമ്മൾ നല്ല ഫിറ്റായി സെറ്റ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഗിനിങ് ആയിട്ട് ഞാനിത് കാണുന്നു. സെറ്റ് അവിടെ ഇരിക്കട്ടെ. അടുത്തത് ഒരു ടീഷർട്ട്, ഒരു ബ്ലാക്ക് ടീഷർട്ട് ഫ്രം മിന്ത്ര. ഈ ടീഷർട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേണ്ട, ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. നമ്മൾ ബ്ലാക്ക് ജെഗിൻസിൻ്റെ കൂടെയൊക്കെ ഇടുമ്പം ഭയങ്കര ക്യൂട്ടായിരിക്കും, നല്ല ഭംഗിയില്ലേ. പിന്നെ ഇപ്പോൾ കൂടുതലും എനിക്ക് ആവശ്യം ബ്ലാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കൂടുതലും പ്രിഫർ ചെയ്ത് മേടിക്കുന്നത്. അപ്പം ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് ഇരിക്കട്ടെ, വേസ്റ്റൊക്കെ ഇങ്ങോട്ടും ഇരിക്കട്ടെ. അടുത്ത റെനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഭയങ്കര ഫേമസ് ആണ്. ഇനി ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ തുടക്കത്തിലേ പറയാം. ഇതിൻ്റെ ഒരു സാധനം മേടിച്ചപ്പം എനിക്ക് ഒരു സാധനം ബൈ 1 get 1 ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഞാൻ മേടിച്ചതിലേതാ, ഇതിൽ മേടിച്ചത് ഈ സിറമാണോ ഇതാണോ മേടിച്ചത്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. ഇതൊരു കെ ബ്യൂട്ടി ബ്രാൻഡാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് റെനി എന്ന് പറഞ്ഞിട്ട്. അമ്മ തുറന്നു നോക്കട്ടെ. ഇത് ഫസ്റ്റായിട്ടാണ് ഞാൻ ഒരു ഐ പെൻസിലിന് വിത്ത് കട്ടർ കാണും. കട്ടർ എന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഷാർപ്പർ കട്ടർ എന്നൊക്കെ നമ്മൾ പറയും. ഇത് നമ്മൾ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. സീൻ പിഗ്മെൻറ്റഡ് അടിപൊളി പിഗ്മെൻറ്റഡ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഷാർപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു
ബ്യൂട്ടി പ്രൊഡക്റ്റാണ്. ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. അല്ല, എനിക്ക് സീറം ഓർഡർ ചെയ്തപ്പോഴാണ് ഇത് ഫ്രീ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടിലോ ഏതോ ഒന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. കുറേ നാളായി ഓർഡർ ചെയ്തിട്ട്, അതുകൊണ്ടാണ് മറന്നുപോയത്. നിങ്ങൾ എന്നെ ഒന്നും പറയരുത്. ഈ ഒരു സിറം കൊറിയൻ ഗ്ലോ സിറം, ഗ്ലാസ് സ്കിൻ എഫക്റ്റ്, ലൈറ്റ് വെയ്റ്റനിങ്, അതാണ് സാധനം. ഇത് സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ യൂസ് ചെയ്ത് എൻ്റെ സ്കിന്ന് ചിലപ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഈ ഒരു സിറോ ഈ ഒരു പെൻസിലോ എന്തോ മേടിച്ചപ്പോൾ എനിക്കൊന്ന് ഫ്രീ കിട്ടിയതാണ്. അതെനിക്ക് എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. സിറോ അല്ലേ, കുഴപ്പമില്ല. ഞാൻ പിന്നെ എല്ലാം കൂടി മുഖത്ത് വാരി വലിച്ച് തേക്കത്തില്ല. പക്ഷേ എൻ്റെ സ്കിന്ന് ഒരുപാട് മാറി ഗൈസ്. കാരണം നല്ല ആക്നീസ് ഉള്ള എൻ്റെ സ്കിന്നായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ തന്നെയാണ് എനിക്കതിനെ മാറ്റിയത്. അതിനെ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. ഒരു 2-3 മോയ്സ്ചറൈസിങ് ക്രീമും വിത്ത് സിറം, സിൻഡർലേൻ്റെ സിറം, ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എഫക്റ്റ് തരുന്നുണ്ടായിരുന്നു. പിന്നെ കോസറക്സിൻ്റെ നിയാസിനമൈഡ്, അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു 1 വീക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഞാൻ അതാണ്. പ്ലിക്സിൻ്റെ പ്രൊഡക്റ്റിലോട്ട് ഞാൻ വരുന്നേ ഉള്ളൂ. പ്ലിക്സിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുരു വന്നത്. ആ ഒരു കുരു എനിക്ക് മാറ്റാൻ സഹായിച്ചത് കെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞുതരാം. അടുത്തത് പ്ലിക്സിൻ്റെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്ലിക്സിൻ്റെ ക്രീമിട്ട് കുരു വന്നിട്ട് ചേച്ചി എന്തിനാണ് പ്ലിക്സിൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുന്നത് എന്ന് ഒരു സംശയം നിങ്ങൾക്കില്ലേ? അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് മേടിച്ചത് ഞാനല്ല, എൻ്റെ പ്രിയ സഹോദരിയാണ്. സഹോദരിക്ക് പ്ലിക്സിൻ്റെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് പൊട്ടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എണിച്ച് പോകാൻ എനിക്ക് നല്ല രീതിയിൽ മടിയുണ്ട്. കാരണം ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഇടയിൽ വന്ന് ഇരുന്നത്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ പൊളിച്ച് തരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയ സമയത്ത് പ്ലിക്സിൻ്റെ ഓഫ് കോഴ്സ് ദ സെയിം പ്രൊഡക്റ്റ്, ഒരു ഡിഫറൻസും ഇല്ല. ഗുവാവേൻ്റെ ജാമൂൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ അന്ന് യൂസ് ചെയ്തത്. ഗുവാവോ ജാമൂൻ എന്തോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് ഇത്രയും ഒരു സെറ്റായിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നതാണ് പ്ലിക്സിന്ന്. അപ്പം ഇത് സാലിസിലിക് ആക്നി പാച്ച്, ഗ്ലോ ഗുവ ജ്യൂസി ക്ലെൻസർ, അടുത്ത ജാമൂൻ ആക്നി സ്പോട്ട് കറക്റ്റർ. വേസ്റ്റ് ഓഫ് മണി, റിയലി വേസ്റ്റ് ഓഫ് മണി. ഇതിൻ്റെ 2 ഞാൻ മേടിച്ചു, റിയലി വേസ്റ്റ് ഓഫ് മണി. അടുത്ത പ്ലിക്സിൻ്റെ ആക്റ്റീവ് ആക്നി ക്ലെൻസർ. കേട്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ട് ഈ സാധനം. അടുത്ത പ്ലിക്സിൻ്റെ ജാമൂൻ ആക്റ്റീവ് ആക്നി മോയ്സ്ചറൈസർ. ഓക്കെ, എനിക്ക് തോന്നുന്നു പ്ലിക്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും എൻ്റെ ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ജാമൂൻ്റെ ആക്നി സ്പോട്ട് കറക്റ്റർ. അടുത്തത് ഗുവാവ ഗ്ലോ ലിപ് ടിൻറ്റഡ് ലിപ് ബാം മേ ബി ചിലപ്പോൾ നല്ലതായിരിക്കും. വേറെ ഒരു പ്രൊഡക്റ്റും ഐ വിൽ നോട്ട് പ്രിഫർ. അടുത്തത് പ്ലിക്സിൻ്റെ പൊമഗ്രാനൈറ്റ് പീലിംഗ് പോഷൻ. ഇത് സംഭവം മറ്റേ പീൽ മാസ്ക് ആണ്. നമുക്ക് മറ്റേ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 minutes കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുന്ന സ്കിൻ പീലിംഗ് എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതും ഐ വിൽ നോട്ട് പ്രിഫർ എനി മോർ. ഇതൊക്കെ ഇട്ടപ്പോഴാണ് എൻ്റെ സ്കിന്നിന് നല്ല പണി കിട്ടിയത്. അടുത്തത് ഗുവാവേൻ്റെ ആക്നി സിറം ആണ്, വൈറ്റമിൻ സി സിറം ആണ്. നെക്സ്റ്റ് ജാമൂൻ ക്ലെൻസിങ് ടോണർ ജസ്റ്റ് ഗുവാവേൻ്റെ മോയ്സ്ചറൈസർ. പക്ഷേ ട്രസ്റ്റ് മീ ഗായ്സ്, എനിക്കറിയാം ഓരോ സ്കിന്നിനും ഓരോ ടൈപ്പായിരിക്കും. ചില സ്കിന്നുകാർ എന്തൊക്കെ വാരി വലിച്ച് തേച്ചാലും അവർക്ക് ഒരു രീതിയിലുള്ള ആക്നിയോ സ്കിൻ പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അത് തന്നെയാണ് നല്ലത്. പക്ഷേ എൻ്റെ സ്കിന്നിന് ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് നല്ല രീതിയിലുള്ള പണി, 8ൻ്റെ പണി എന്ന് തന്നെ പറയാം. 8ൻ്റെ പണി തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. ഞാൻ ഒരിക്കലും ആർക്കും പ്ലിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, അവൾ പ്ലിക്സിൻ്റെ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷീ ഹാസ് പിമ്പിൾസ്. പക്ഷേ ചില സമയത്ത് ഞാൻ അവിടുത്തെ പറയും, വേണ്ടി നീ ഒന്ന് നോക്ക്, സ്കിൻ കെയർ മാറ്റി നോക്ക്. പക്ഷേ എനിക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ടാണ് എനിക്ക് പിമ്പിൾസ് വരുന്നതെന്ന്. ഇപ്പോൾ അവൾക്കത് മനസ്സിലായി. പക്ഷെ മനസ്സിലായപ്പോഴത്തേക്കും അവൾ ലേറ്റായിപ്പോയി. ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ അനുഭവിക്കുക തന്നെ, എല്ലാവരും എന്താ പറയുക.
പിന്നെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്ലിക്സിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ആക്നി പ്രോൺ മറ്റേ സ്പോട്ട് കറക്റ്റർ ഇട്ട് അടുത്ത ദിവസം ആയപ്പോൾ പിമ്പിൾ പോയിന്ന്. വെരി 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 ഫേക്ക്. ഇത് ഒട്ടും റിയൽ അല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാറുണ്ട്. എനിക്ക് വരുന്ന ആക്റ്റീവ് ആക്നിയൊക്കെ ഞാൻ ഈ ഒരു സ്പോട്ട് കറക്റ്റർ വെച്ച് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ നോ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു യൂസും ഇല്ല. അടുത്ത ഇത് മാളൂനുള്ളതാണ്. ഇത് നാട്ടിൽ നിന്ന് അവൾക്ക് കൊടുത്തു വിട്ട ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ, ഞാനിത് സത്യം പറഞ്ഞാൽ പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഇത് എനിക്ക് വന്നതാണോ എന്ന് അറിയാൻ വേണ്ടി പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നൈനുവിൻ്റെയും അവളുടെയും വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പം അതാണിത്. ഇതും അവൾക്ക് ഗിഫ്റ്റായിട്ട് വന്നതാണ്. ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണിക്കണമല്ലോ, അതിനു വേണ്ടി ഞാൻ എല്ലാം പറ പൊട്ടിച്ചു. എൻ്റെ കാല് തരിക്കുന്നു. കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കാല് തരിക്കുന്നു. അടുത്തത് ഇതൊരു ചുമ്മാ ഞാൻ വിൻ്റർ വെയർ ആയിട്ട് മേടിച്ച ഒരു ഫുൾ കൈ ടോപ്പാണ്. ഇത് ഫ്രം മിന്ത്രയോ മീഷോയോ എന്തോ ആണ് കേട്ടോ. എനിക്ക് ഇതിങ്ങനത്തെ ക്ലോത്ത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്താണ്. അടുത്തത് ഇതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സാധനമാണ്. ഞാൻ തുറക്കുന്നില്ല, ഓഫ് കോഴ്സ് നമ്മളത് ചെയ്യുന്നത് തെറ്റാണ്. അടുത്തത് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതിൽ മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഇത് സിയോസ്കിൻ എന്നൊക്കെ പറയും. ഇതൊരു കെ ബ്യൂട്ടി ബ്രാൻഡാണ്. ഇതല്ല ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇതിൻ്റെ വെയിറ്റ് ചെയ്തിരുന്ന സാധനം ഈ ഒരു സാധനം സിയോൾസ്കിൻ്റെ, എനിക്ക് പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, സിയോൾസ്കിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് ഫുഡ് പീലിംഗ് മാസ്ക്. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇതിന് മുന്നിലേ ഞാൻ വേറൊരു ബ്രാൻഡിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി വേണം എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ. കാരണം ഇത് യൂസ് ചെയ്ത് 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കാലിൻ്റെ പീല് ഇളവി വരും, അതായത് ഫുട്ടിൻ്റെ പീല് ഇളവി വരും. അതിനുശേഷം നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് അത് നല്ലവണ്ണം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ ശരീരത്തിൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ് എൻ്റെ കാലി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് കെയറിങ് ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച ഒരു സാധനമാണ്. അതേ ഹൈപ്പിൽ എനിക്ക് റിവ്യൂ കിട്ടിയ ഒരു സാധനമാണ് സിയോൾസ്കിൻ്റെ ഈ ഒരു മാസ്ക്, കൊളാജിൻ മാസ്ക്, നിയാസിനമൈഡ് ഗ്ലാസ് സ്കിൻ ഓവർനൈറ്റ് മാസ്ക്. നമ്മുടെ സെയിം സാധനം ബയോഡൈസിൻ്റെ ഒക്കെ പോലെ ഇട്ടിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഗ്ലാസ് സ്കിൻ ആയിട്ടിരിക്കുന്ന ആ സാധനമില്ലേ, ആ സാധനമാണ് ഈ സാധനം. അപ്പം ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനങ്ങളാണ്. ഇനി അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഉറപ്പായിട്ട് ഇടാം കേട്ടോ. അടുത്തത് സെബാമേഡിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. ഇത് ജസ്റ്റ് ഒന്ന് തുറന്നു വന്നിട്ടുണ്ട്. ആൻറ്റി ഹെയർ ലോസ് ഷാംപൂ, റെഡ്യൂസിങ് ഹെയർ ലോസ് ഫോർ ഓൾ ഹെയർ ടൈപ്സ്. അപ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറഞ്ഞിട്ട് അല്ല ഗൈസ്, ആൻറ്റി ഹെയർ ലോസ് ഷാംപൂ ആണ്. ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ സെയിം സീൻ തന്നെ ഞാൻ എവിടെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതിനകത്തില്ലേ? അപ്പോൾ വേറെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. സെബാമേഡിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എപ്പോഴും ബെസ്റ്റാണ്, നിങ്ങൾക്കറിയാമല്ലോ. സോ അതിന് വേണ്ടി എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഹെയർ ലോസ് ഉണ്ട്. കട്ടി കുറഞ്ഞ് മുടി വെട്ടിക്കളഞ്ഞാലോ എന്നൊരു ആലോചിക്കുന്ന അവസ്ഥയാണ്. നല്ല രീതിയിലുള്ള ഹെയർ ലോസ് ഉണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണോ എന്നറിയത്തില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഏകദേശം 6-7 മാസം കഴിഞ്ഞല്ലോ. അതിൻ്റെ മേ ബി ഒരു റിസൾട്ടും കൂടി ആയിരിക്കാം. സോ ഇനി വേണം ഇതൊക്കെ ഒന്ന് നമുക്ക് പരീക്ഷിക്കാൻ. അടുത്തത് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് കഴിയാറായി. അതുകൊണ്ടാണ് ഞാൻ ഈ 3 കൂടി ഓർഡർ ചെയ്തത്. ഈ ഒരു പ്രൊഡക്റ്റും മിനിമലിസ്റ്റിൻ്റെ ഹെയർ ഗ്രോ സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് രണ്ടും എനിക്ക് നല്ല റിസൾട്ട് തരാറുണ്ട്. ഫ്രീസിങ് ഹെയറിനാണെങ്കിലും പിന്നെ ഹെയർ ലോസിനാണെങ്കിലും ഹെയർ വളരാനാണെങ്കിലും ഉള്ള റിസൾട്ട് തരുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വിഷ് കെയറിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് 3 മേടിച്ചേക്കുന്നത്. അടുത്ത അതേ സെയിം സാധനമാണ്. ഇത് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയി എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന്. ഇതും ഒരു ഹെയർ ഗ്രോത്ത് സിറം ആണെന്നാണ് തോന്നുന്നത്. തുറന്നു വാ. ഞാൻ വാങ്ങുന്ന ചില പ്രോഡക്റ്റ്സ് ചിലപ്പം ഭയങ്കര വൈറലായിരിക്കത്തില്ല, പക്ഷേ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അറിഞ്ഞ് നല്ലതാണ്. ഇത് അത് തന്നെ ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നുള്ള പ്രോഡക്ട്സും അത്രയും നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാം.
എനിക്കറിയത്തില്ല. അതുകൊണ്ട് യൂസ് ചെയ്യാതിന് മുന്നേ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നിങ്ങൾ എന്തായാലും മേടിക്കണം. ഐ വിൽ നോട്ട് പ്രിഫർ ദാറ്റ്. സോ നെക്സ്റ്റ് വൺ ഇതൊക്കെ വേണ്ടാത്തതാണ്. പിന്നെ ഒരു റോസ് വാട്ടർ, പ്ലമ്മിൻ്റെ റോസ് വാട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് റോസ് വാട്ടർ, കേട്, പാല് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റൊന്നും എൻ്റെ സ്കിന്നിന് അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കിന്നിന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഭയങ്കര കെയർഫുള്ളായിട്ടേ വാങ്ങാറുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ച ഒരു റോസ് വാട്ടർ സിറം ആണിത്. പിന്നെ വി വാഷ് അറിയാമല്ലോ, നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ കപ്പൊക്കെ വെക്കുന്നവർക്ക് ഇതൊരു മസ്റ്റ് ഹാവ് ആണ്. അപ്പം നല്ലോണം ഹെൽത്തി ആയിട്ട് ഇരിക്കുക അങ്ങോട്ട്. അടുത്തത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന റെഡ് ഫ്ലവറിൻ്റെ തന്നെ ഒരു 3-4 ഫ്ലവർ തലയിൽ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ പോലെ വെച്ച് സുന്ദരിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചു. അടുത്ത സാധനം ഗൈസ്, ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ല. ഞാൻ ഈ പ്രോഡക്റ്റ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യത്തില്ല. ഇത് ഞാൻ റിവീൽ ചെയ്യുന്നൊരു ടൈമുണ്ട്. ഇതിൻ്റെ ഞാൻ എത്ര എണ്ണം മേടിച്ചെന്ന് നിങ്ങൾ എന്നെ നോക്കിക്കോണം. ഈ ഒരു സ്ക്രബിൻ്റെ പൗഡർ, ഇത് ആയുർവേദിക് അല്ല, നമ്മുടെ എന്താ പറയുക, ഹോം റെമഡി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഉള്ളൊരു സാധനമാണ്. ഇതിൽ ഞവര റൈസ് ഫേസ് ആൻഡ് ബോഡി സ്ക്രബ്ബറാണ്. കിടിലൻ സാധനമാണെന്ന് വെച്ചാൽ കിടിലൻ സാധനമാണ്. എൻ്റെ ഫേസിൻ്റെ ഭൂരിഭാഗവും ആക്നി കുറയാൻ, എനിക്ക് സ്കിന്ന് കുറച്ച് ബ്രൈറ്റൻ ആവാനും അല്ലെങ്കിൽ ഡെഡ് സ്കിൻസ് പോകാനും വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇതാണെന്ന് എനിക്ക് പറയാം. ഇനി എനിക്കിത് ബോഡിയിലും കൂടെ യൂസ് ചെയ്ത് തുടങ്ങണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച പ്രൊഡക്റ്റാണ്. ഇതേ സെയിം ബ്രാൻഡിന്, ഇത് കുടുംബശ്രീയിലുള്ള ആൾക്കാർ നടത്തുന്ന ഹോമിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ എത്രത്തോളം ഓർഗാനിക് ആയിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക. അതേ സെയിമിന് തന്നെ സാഫ്രോൺ അലോവേര ജെൽ എൻ്റെ 2-3 വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ അവിടെ നിന്ന് യൂസ് ചെയ്യുന്നതായിട്ട്. സോ ഇത് വളരെ വളരെ നല്ല ഓർഗാനിക് പ്രൊഡക്റ്റാണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന കിടിലൻ പ്രൊഡക്റ്റാണ് ഈ ഒരു സാധനം. അടുത്ത നമ്മൾ പോകുന്നു നമ്മുടെ ഫോക്സ്ടെയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നാണ്. ബിക്കോസ് പ്രൊഡക്റ്റ് അല്ല, അതിൻ്റെ പാക്കിങ്ങും കളറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാ പ്രൊഡക്റ്റും ഒരു ഡിഫറെൻറ്റ് കളറിൽ, പച്ച, മറ്റേ മെജന്ത, റെഡ് ഇങ്ങനത്തെ ഒക്കെ കളറിലാണ് അവരെ പ്രൊഡക്റ്റ് വരുന്നത്. മഞ്ഞ കണ്ട ഈ ഒരു ബോക്സിൻ്റെ ഒരു ഭംഗി കണ്ട, ഇതാണ് എനിക്കിഷ്ടം. ഇത് സംഭവം ഫോക്സ്ടെയിലിൻ്റെ മോട്ടിഫൈങ് സൺസ്ക്രീൻ SPF 30. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നിയാസിനമൈഡ് പ്ലസ് വൈറ്റമിൻ C, പ്രോ വിറ്റമിൻ B5 ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. നോർമൽ ടു ഓയിലി സ്കിന്നിന് ഇത് യൂസ് ചെയ്യാം. എൻ്റെ സ്കിന്ന് ചിലപ്പോൾ ഓയിലായിരിക്കും, ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ചിലപ്പോൾ രണ്ടും കലർന്ന ഒരു വൃത്തികെട്ട സ്കിന്നാണ്. സോ അതുകൊണ്ട് ഇതൊരു ഫോക്സ്ടെയിലിൻ്റെ ഒരു സൺസ്ക്രീൻ. പിന്നെ ഫോക്സ്ടെയിൽ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു, buy 1 get 1 ഫ്രീയോ അല്ലെങ്കിൽ buy 2 get 1 ഫ്രീയോ, അങ്ങനെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വാരിപ്പറക്കി വാങ്ങിച്ചതാണ് ഈ സാധനങ്ങളൊക്കെ. നല്ല റേറ്റും ഉണ്ട് കേട്ടോ, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല, നല്ല എമൗണ്ട് ഉണ്ട്. അടുത്ത സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേട്ടോ ഈ ഒരു ക്യൂട്ട് ബോയ്. ഒരു സ്കിൻ കെയർ ബ്രാൻഡിനും ഒരു പ്രോഡക്റ്റിനും ഇങ്ങനത്തെയൊക്കെ ഉള്ള ഒരു പാക്കിങ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ തന്നെ ഒരു സ്കിൻ ഗ്ലോയിങ് മോയ്സ്ചറൈസിങ് ക്രീമിന് അല്ലെങ്കിൽ ഒരു ഗ്ലോ സിറത്തിന് തന്നെ ഇതിൻ്റെ പച്ച കളർ, നല്ല കടും പച്ച കളർ, ഇത് കണ്ട, ഇതൊരു യെല്ലോ കളറ്. ഇത് ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എനിക്ക് അവരുടെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് ഫോക്സ്ടെയിലിൻ്റെ നിയാസിനമൈഡ് ക്ലാരിഫയിങ് സിറമാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവം നിയാസിനമൈഡാണ്. അത് ബെസ്റ്റ് ഫോർ സ്കിന്നാണ്. അപ്പം നമുക്ക് നോർമലി എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ, ഡാർക്ക് മാർക്സ് കുറയ്ക്കാൻ, ആക്നി മാർക്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ് നിയാസിനമൈഡ്. അപ്പോൾ നിയാസിനമൈഡിൻ്റെ ഒരു സിറം നശിപ്പിച്ച് പാലും വേനിക്കുന്നുണ്ട്, വയസ്സായി മിണ്ടല്ലേ. സോ ഗൈസ്, അടുത്തത് ലിപ്പ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ലിപ്പ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഞാൻ ഒരിക്കലും ഇത് വാങ്ങണം, നിങ്ങൾ കണ്ട ബോക്സ് കണ്ട നിങ്ങളത് ഞാൻ പറഞ്ഞില്ലേ, ക്യൂട്ടക്കിടില്ല ബോക്സിൽ. നല്ല മണമുണ്ടെന്ന് തോന്നുന്നു.
നല്ല മണമുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് സ്ലീപ്പിംഗ് മാസ്ക്. സെറമൈഡൊക്കെ ഉണ്ട് കേട്ടോ. സോ അപ്പോൾ ഇത് നല്ല കിടിലൻ പ്രൊഡക്റ്റാണ്. പക്ഷേ ഞാൻ എപ്പോഴും ലിപ് കെയറിന് പറ്റിയ ഒരു നല്ല പ്രൊഡക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഐ വിൽ പ്രിഫർ ലെനേജ്. ലെനേജ് ഈസ് മൈ ഓൾവേസ് ഫേവറേറ്റ് വൺ. എനിക്ക് 1, 2, 3, 4 പാക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ കഴിഞ്ഞത്. ഇത് ഞാൻ 5ാമത്തെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെനേജ് ഇവിടെ കാണണം. അതെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എവിടെ. ലെനേജ് ഇതിൻ്റെ ലിപ് മാസ്കാണ്, ബെറീൻ്റെ ലിപ് മാസ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു K-Beauty ബ്രാൻഡാണ്. ഭയങ്കര കിടിലമാണ്. നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ രാവിലെ ഉറക്കമൊണിക്കുന്ന വരെ ലിപ്പ് നല്ല പ്ലംബായിട്ട് നല്ല മോയ്സ്ഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രിഫർ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം ലിപ് മാസ്കും ലിപ് ബാമുമാണ്. എൻ്റെ സ്കിൻ ലിപ്പ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ വലിച്ചിളക്കാൻ തോന്നും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ബാമാണ്. സോ ആ ഒരു ലിപ് ബാം. അടുത്തത് ഞാൻ കുറേ കേട്ട് തഴമ്പിച്ച് ഞാൻ മേടിച്ച ഒരു സാധനമാണ് ഫോക്സ്ടെയിലിൻ്റെ സ്കിൻ റേഡിയൻസ് മാസ്ക്. ഈ ഒരു സാധനം ക്ലെൻസ് പോർസ് ആൻഡ് റെഡ്യൂസിങ് ബ്ലാക്ക് ഹെഡ്സ്, ഇംപ്രൂവ് സ്കിൻ ക്ലാരിറ്റി ആൻഡ് ടോൺ, ലാക്റ്റിക് ആസിഡ്. നോക്കട്ടെ ഒരു മിനിറ്റ്, തുറക്കട്ടെ. കണ്ട, ഇതാണ് പ്രൊഡക്റ്റ്. ഇത് നമുക്ക് മേടിച്ച് വച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇനി മുതൽ ഞാൻ കണ്ട ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ കളർ നിങ്ങളുണ്ട്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രൊഡക്റ്റാണ്. അത് കൂടാതെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഷീറ്റ് ഓക്കെ, ഒരെണ്ണം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് രണ്ടും സെയിം പ്രൊഡക്റ്റാണ്. അതിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. സോ കഴിഞ്ഞു ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇച്ചിരി ലെങ്ത് കൂടി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഞാൻ അൺബോക്സ് ചെയ്ത ഒരു പെട്ടിയാണ് ഈ ഒരു 2. ഇതുവരയ്ക്കും ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ള, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള അൺബോക്സ് ചെയ്തില്ല, അല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയിട്ട് അൺബോക്സ് ചെയ്തിട്ടുള്ള പെട്ടികളെക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് അൺബോക്സ് ചെയ്തൊരു പെട്ടി ഇതാണ്. വെരി വെരി ഹാപ്പി. കാരണം ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു. സ്കിൻ കെയർ പ്രോഡക്ട്സ്, ചുരിദാർ, ഡ്രസ്സ്, വള, ചെരുപ്പ്. ഗേൾസ് ഈസ് ഓൾവേസ് ഗേൾസ് റൈറ്റ്. സോ അതുപോലെ എനിക്കിഷ്ടപ്പെട്ടു. സോ ഞാൻ വീണ്ടും പറയുകയാണ്, താങ്ക് യു സോ മച്ച് ആർ വേൾഡ് എക്സ്പ്രസ് കൊറിയർ സർവീസ്. പെർ kgക്ക് 4.75 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഫാസ്റ്റസ്റ്റ് ഡെലിവറി ആണ്. പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് രാജ്യങ്ങളിലോട്ട് UK, യൂറോപ്പ്, US, GCC കൺട്രീസ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിലോട്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടാണെങ്കിലും അവിടെ നിന്ന് ഇന്ത്യയിലോട്ടാണെങ്കിലും ഇവർക്ക് സർവീസ് അവൈലബിൾ ആണ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പം ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇന്ന് ഈ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നീരജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജാമൂസ് ഇൻസ്റ്റ ID സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ ഫ്രം നീരജ അമൂസ്.